സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും. എല്ലാവർക്കും നമസ്കാരം. സ്വന്തം കുടുംബത്തിന്റെ വാല്യൂ അറിയാണ്ട് കണ്ട കടയാടി മക്കളോട് ഒളിച്ചോടി പോകുന്ന എല്ലാവളുമാർക്കും ഇതൊരു പാഠമാകട്ടെ. സ്വന്തം ഭർത്താവ് തരുന്ന സ്നേഹം പോരാ, അല്ലെങ്കിൽ ഭർത്താവ് വെറും കഴിപ്പണം കെട്ടവനാണ്, അല്ലെങ്കിൽ ഭാര്യ കൊള്ളത്തില്ല, അപ്പുറത്തവന്റെ ഭാര്യയാണ് സൂപ്പർ എന്നൊക്കെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ ഒരു പാഠമാകട്ടെ. അപ്പോൾ ഷഹല എന്ന് പറയുന്ന കോഴിക്കോട് ബാലശ്ശേരിയിലുള്ള ഒരുത്തി സ്വന്തം ഭർത്താവിനെ, പ്രവാസിയായ സ്വന്തം ഭർത്താവിനെയും കുടുംബത്തിനെയും ചതിച്ചുകൊണ്ട് വേറെ ഒരു ഭാര്യയും 3 മക്കളുമുള്ള ഒരു മൊബൈൽ ഷോപ്പുകാരനായ റാഫി എന്ന് പറയുന്ന ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ കഥ ഇപ്പോൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നാൽ റീസെന്റ് അറിയാൻ സാധിച്ചിട്ടുള്ള കുറച്ച് നല്ല വാർത്തകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കൊച്ചിനെ തിരിച്ച് അവന്റെ വാപ്പേരടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ന്യൂസ്. അതിനുശേഷം ഇപ്പോൾ അവളുടെ കള്ളക്കാമുകനായിട്ടുള്ള അവനടക്കം അവളെ ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സത്യമാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. കാരണം ഇവിടെ നിൽക്കുമ്പം അപ്പുറത്തുള്ളത് അക്കരെ പച്ചയെന്ന് തോന്നും. നമുക്ക് ഇവിടത്തേക്കാളും അവിടെയാണ് സുഖം കൂടുതൽ കിട്ടുന്നത് എന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നും. അങ്ങനെ സുഖം തേടി പോകുന്നവർക്കൊക്കെ ഇതൊരു നല്ല സുഖം ഉള്ള ഒരു പാഠമായിരിക്കട്ടെ. ഈ ഷഹല എന്ന് പറയുന്ന ഇവൾക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് സ്വന്തം ഭർത്താവിനെയും കുടുംബത്തിനെയും ചതിച്ചുകൊണ്ട് കള്ളക്കാമുകനായ അതും ഒരു ഗഞ്ച വലിച്ചു കയറ്റുന്നവന്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത്തരം ഒരു പ്രവണതയുള്ള ഇവളെയൊക്കെ ഒരിക്കലും നമ്പരുത്. ഇവളെയൊക്കെ ഇനി അടുപ്പിക്കുകയും ചെയ്യരുത്. എന്തായാലും അവളുടെ ഭർത്താവായിട്ട് ഉണ്ടായിരുന്ന പ്രവാസിയായ വ്യക്തി തിരിച്ച് അവളെ കയറ്റിയിട്ടില്ല, കുഞ്ഞിനെ മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവളെ എന്തായാലും അടുപ്പിച്ചിട്ടില്ല. നല്ലൊരു കാര്യം തന്നെയാണ്. ഇതുപോലുള്ള കഴിവേറികൾക്ക് ഒരു പാഠമാകട്ടെ. അവളെ തിരിച്ച് അവളെ വീട്ടിൽ പോയെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോലും ഇവളെയൊന്നും കയറ്റാൻ കൊള്ളത്തില്ല. നാളെ ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരുത്തൻ്റെ അടുത്ത് ഇവള് റൂട്ട് പിടിച്ച് ചാടിപ്പോവും. ഓക്കെ, ഇവളൊക്കെ ഇനി നശിച്ച് നാറാണത്തായ ടീംസ് തന്നെയാണ്. ഇതിനൊന്നും വേറെ ഇനി അയ്യോ ഒന്നും പറയാനില്ല. എനിക്കിനി ഇതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞ സീരീസിലൊന്നും പറയാനില്ല. ഇതുപോലത്തെ കഴിപ്പണം കെട്ട കഴിവേറികൾ നശിച്ച് നാറാണത്താകണം. കാരണം ഓരോ കുടുംബങ്ങളുടെ വാല്യൂ പോലും അറിഞ്ഞുകൂടാതെ, കുടുംബ ബന്ധങ്ങളെ പറ്റി അറിഞ്ഞുകൂടാതെ കണ്ടവന്മാരെ കൂടെ ചാടിപ്പോകുന്ന ഇവളുമാർക്ക് നല്ല ഒന്നാന്തര അടി തന്നെ തിരിച്ചു കിട്ടണം. എന്തായാലും ഇവള് ഇപ്പൊ മൂഞ്ചി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവനടക്കം ഇട്ടിട്ട് പോയി, അവനടക്കം ഇവളെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നന്നാവാൻ വേണ്ടി പോയവൾക്ക് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. അപ്പൊ കേട്ടു നോക്കാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല കേട്ടോ. മാന്യവും മര്യാദയ്ക്കും നന്നായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നാതെ സ്വന്തം കുടുംബത്തിലെ കുറ്റവും കുറവും മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവര് നമുക്ക് ഇതിൽ പിടിച്ചിടാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളും എന്ന് നമുക്കതൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല സ്ത്രീകളുണ്ട്. ഓക്കെ, ഇവിടെ അക്കരെ പച്ച എന്ന് തോന്നാതെ സ്വന്തം കുടുംബത്തിലെ കുറ്റവും കുറവൊക്കെ മനസ്സിലാക്കി അത് ശരിയാക്കി മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ചില വീട്ടിൽ ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ. ഭർത്താക്കന്മാർ വെറും കഴിപ്പണം കെട്ടവന്മാരാവും. മർദ്ദനവും കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് നശിച്ച കുടുംബങ്ങൾ കാണും. പക്ഷെ ഈ കുടുംബത്തിന്റെ കേസാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവൻ വളരെ ഒരു മാന്യനാണ്. ഒരു ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. എന്നിട്ടും ഇവളുടെയൊക്കെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് കണ്ടവന്മാരോടെ ചാടിപ്പോയി. ഇപ്പൊ അവൻ വരെ ഉപേക്ഷിച്ചു. അവനടക്കം ക്രൂരമർദ്ദനമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല കാര്യം എടാ, നല്ല കാര്യം. നീയൊക്കെ അനുഭവിക്കണം. ആയിരുന്നു അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ. അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ. അവര് അത് ശരിയാണ് കേട്ടോ. കുറെ പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ജീവിക്കട്ടെ, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ? ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? ആരോട് ഒപ്പം വേണോ ജീവിക്കാതിരിക്കുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന കുറെ പേരുണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. നാളെ ഈ പറയുന്നവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ ഈ പറയുന്നവളുമാരുടെ ഭർത്താക്കന്മാരോ വല്ലവരോടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? അതൊന്ന് ചിന്തിച്ചു നോക്ക് കേട്ടാ. വലിയ വായ്ത്താളൊരു നടിക്കും, അവരിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അവരുടെ കൺസെന്റ് അനുസരിച്ചല്ലേ അവരുണ്ടാക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ നാളെ ഈ പറയുന്നവരുടെ കുടുംബത്തിൽ നിന്ന് ഭാര്യയോ ഭർത്താക്കന്മാരോ ഇതുപോലെ വല്ലവൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറയായിരിക്കും എനിക്ക് പുരോഗമന ചിന്താഗതിയാണെന്ന്. എടാ, ഒരു കുടുംബത്തിനെ മൂഞ്ചിച്ച് വെള്ളത്തിലാക്കിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഉണ്ടാക്കാൻ സുഖം തേടി പോകുന്നതിനൊക്കെ മടൽ വെട്ടി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യണം. എൻകൗണ്ടർ ചെയ്യാൻ പറ്റും, അത്രയും നല്ലത്. കോപ്പുകൾ ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി
ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രം വളരെ നല്ല കാര്യം. അവൾക്ക് മർദ്ദനമൊന്നും കിട്ടിയത് പോരാ, ഇനിയും കിട്ടണം. ഇതുപോലത്തെ അവളുമാരെ അനുഭവിക്കണം. കാരണം സ്ത്രീകളുടെ ഒരു വാല്യൂവിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന കുറെ വൃത്തികെട്ടവളുമാര്. ഇവളൊറ്റ ഒരുത്തി കാരണം ചിലവന്മാർ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മുസ്ലിംസിന്റെ ഇടയിലാണ് ഇതുപോലത്തെ ഒളിച്ചോട്ടം നടക്കുന്നത്. ഭർത്താക്കന്മാർ ഗൾഫിലിരിക്കെ കൂടുതലായിട്ട് മുസ്ലിംസ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഇങ്ങനെ ഒളിച്ചോടുന്നതെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത കഴിപ്പണം കെട്ടവന്മാർ വരെ ഉണ്ട്. താത്തമാരാണ് ഇങ്ങനെ പ്രശ്നം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ താത്തമാരുടെ ഒളിച്ചോട്ടമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു വരാൻ ആ ഒരു മതത്തിന്റെ ഫാക്ടറി കുത്തി നിറച്ച് സംസാരിച്ചവന്മാരുണ്ട്. ഓക്കെ, അവർക്ക് കയ്യടിയും കിട്ടിയിട്ടുണ്ട്. കമന്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് തെറിവിളിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് നേരെ ഒന്ന് അടുത്ത് ഉൾട്ടയടിച്ച് മാറ്റി പറഞ്ഞ ചരിത്രങ്ങൾ ഞാൻ കണ്ടായിരുന്നു വീഡിയോകളിൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരുത്തി പോയെന്ന് വെച്ചിട്ട് ഒരു സമുദായത്തിനെ സമൂഹത്തിനെ മൊത്തം ആ രീതിയിൽ കാണുന്ന ആ ഒരു പ്രവണത മാറ്റിവെക്കുക. എന്തായാലും കൊള്ളാം. എനിക്ക് കുറച്ചൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇവളെയൊക്കെ അടിച്ച് റൊട്ടിയാക്കണം. അത് അവളുടെ കള്ള കാമുകൻ തന്നെ അടിച്ച് റൊട്ടിയാക്കി. ഞാനിത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. അതാണ് കർമ്മ. ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവനെതിരെ കേസെടുക്കുക. ഓക്കെ, അവനെതിരെ കേസെടുത്ത് അവനെ ഈടിച്ച് ഇഞ്ചി പരുവാക്കുക. ഓക്കെ, അവനെ വെറുതെ വിടരുത്. എന്തായാലും അതിനൊക്കെ തക്കതായ തെളിവ് ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, ഈടിച്ച് ഇഞ്ചി പരുവാക്കുക. അവന് ആകത്തിട്ട് ഇടിക്കുക. പോലീസുകാരന്മാരെ നാലാ ഈടി മുട്ടുകാരെ കയറ്റി കൊടുക്കുക. വെറുതെ വിടല്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ ഇവരുടെ കൂടെ പോകുന്നോ കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഓക്കെ, അപ്പൊ ഷഹല മോൾക്ക് ഇനിയിപ്പോ കൊന്നാലും അവന്റെ കൂടെ പോണ്ട. കാരണം നല്ല പോലെ കൂമ്പിലിടി കിട്ടിയിട്ടുണ്ട്. അവൻ പരിപാടി കഴിഞ്ഞിട്ട് അവസാനം കൂമ്പിലിടി കൊടുത്തിരിക്കുന്നു. അവൻ ലഹരിക്ക് അടിമയാണ്. അവൻ സ്വന്തം കുടുംബം നോക്കാതെയാണ് ഇവളെയും കൊണ്ടുപോയത്. അവന്റെ ഉദ്ദേശം വെറും കളി മാത്രമായിരുന്നു. അത് അവനെ കിട്ടുകയും ചെയ്തു, അവൻ ആസ്വദിക്കുകയും ചെയ്തു, അവളെ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. സ്വന്തം ഭാര്യയെ നോക്കാതെ, സ്വന്തം മക്കളെ, സ്വന്തം കുടുംബത്തിനെ നോക്കാത്ത യവൻ നിന്നെ ഇനിയിപ്പം എടുത്തു വെച്ച് താരാട്ടൻ. അവന്റെ സുഖം കഴിഞ്ഞപ്പോൾ അവൻ എടുത്ത് എറിഞ്ഞിട്ട് പോയി. അവൻ എടുത്തിട്ട് അടിച്ചു. ഇപ്പം തൂക്കിയപ്പം എനിക്ക് എന്റെ കുടുംബത്തിന്റെ അവിടെ പോയാൽ മാറ്റി. അയ്യോ, ഇത് സത്യമാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ന്യൂസ്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും നല്ലൊരു തന്നെ സെലക്ട് ചെയ്ത് ഒളിച്ചോടിയ ഷഹലയ്ക്ക് ഇരിക്കട്ടെ എന്റെ ഇന്നത്തെ കയ്യടി. നല്ലതാണ്. നിന്നെപ്പോലത്തെ കടയാടികൾ അനുഭവിക്കുന്നോടി. സ്വന്തം കുടുംബത്തിന്റെ വാല്യൂ അറിയാണ്ട് നിനക്കൊക്കെ അവിടെ വെറുതെ ഇരുന്ന് തിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് കാണിക്കുന്ന കുത്തിക്കഴപ്പുകൾ നീയൊക്കെ അനുഭവിക്കണം. ഓക്കെ, സ്വന്തം കുടുംബത്തിൽ ഇരുന്ന് ഭർത്താക്കന്മാർ നിനക്കൊക്കെ വേണ്ടിയിട്ട് അപ്പുറത്ത് അന്യ രാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട് ചോര നീരാക്കി കാശ് അയച്ചു തന്ന് നിനക്കൊക്കെ കുന്തളിപ്പ് കയറിയിട്ട് തിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് കഴപ്പ് മൂത്തിട്ട് വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോയി അനുഭവിക്കണം നീക്ക. നിനക്ക് ഇവിടെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്ന് തിന്നും കൊണ്ടിരുന്നപ്പോൾ നിനക്ക് പറ്റണില്ലല്ലേ? നിനക്ക് അവൻ്റെ കൂടെ പോയി സുഖം ഉണ്ടാക്കിയല്ലേ? സന്തോഷമായില്ല, സമാധാനമില്ല. നീക്ക് അനുഭവിക്കണം. നീക്ക് ഈ ഭൂമിക്ക് ഭാരമാണ്. സീരിയസ്ലി. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കോ, അവര് പോവട്ടെ, അവര് വരട്ടെ, അവര് നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാര് സ്വന്തം പൊരയില് വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ വാദിച്ചവന്മാരുടെ ഭാര്യമാർ ഇതുപോലെ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടണം. അപ്പോഴേ അവന്മാർക്ക് ആ സുഖം മനസ്സിലാവത്തുള്ളൂ. അല്ലാത്ത പക്ഷെ അവന്മാർക്ക് ആ ഒരു സുഖം മനസ്സിലാവത്തില്ല. ഈ കിടന്ന് ഇവളെ സപ്പോർട്ട് ചെയ്ത് അവൾ പോട്ടെ, അത് അവളുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നൊക്കെ കിടന്ന് കൊണയടിക്കുന്നവന്മാരുടെ ഭാര്യമാർ വല്ലവൻ്റെയും കൂടെ പോണം. അപ്പോഴേ അവന്മാർക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഗുഡ് ഫീൽ. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. ആഹാ, അന്തസ് വളരെയധികം അന്തസ്. ഇവള് പോയപ്പോൾ ഒരു 13 പവൻ സ്വർണവും കൊണ്ടുപോയി. ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് 10-15 ലക്ഷത്തോളം രൂപ വരും. അപ്പോൾ ഇത്രയും സ്വർണവും കൊണ്ട് അവള് പോയി. അവൻ ചോദിച്ചു പണയം വയ്ക്കാൻ. ഇവള് കൊടുത്ത് കാണില്ല. ആദ്യമൊക്കെ വിസമ്മതിച്ചാണ്. അപ്പൊ കൂമ്പനിട്ട് ഇടി കൊടുത്ത് കാണും. ഇടിയും കൊടുത്ത് സംഭവം കളറാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേൾക്കുന്ന വാർത്ത സത്യമാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ കർമ്മ തിരിച്ചടിച്ചു. ഒരു കുടുംബത്തിനെ തകർത്ത് ആ കുടുംബത്തിന്റെ മാനം കെടുത്തിക്കൊണ്ട് ഇവൾ ഉണ്ടാക്കാൻ പോയില്ലേ? ഇവളൊക്കെ അനുഭവിക്കണം. ഇവക്കൊന്നും കിട്ടിയത് പോരാ. ഇപ്പൊ സ്വന്തം കുടുംബത്തിലോട്ട് പോയിരിക്കണം. നീയൊക്കെ അനുഭവിക്കണോടി. ഇനി ഇവളെയൊക്കെ കെട്ടാൻ ചിലപ്പോൾ വേറെ ആണെങ്കിലും വരും. ഓക്കെ, പറയാൻ പറ്റത്തില്ല. കുറെ കാശും കുറെ സ്ത്രീധനം എടുത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവളെയൊക്കെ കെട്ടാനും എവനെങ്കിലും ഒക്കെ വരും. അതാണ് നശിച്ച നാടിന്റെ വേറൊരു പ്രത്യേകത. പറയാൻ പറ്റില്ല. എവനെങ്കിലുമൊക്കെ അടുത്തും വരും കെട്ടാൻ, കുറെ കാശ് കിട്ടുമ്പോൾ. പറയാൻ പറ്റില്ല. ഇവളൊക്കെ വീണ്ടും കെട്ടിച്ചിടുമായിരിക്കുമല്ലോ. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇവളുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന ആ പ്രവാസി
നല്ലവനാണ്. അവൻ ഒരു പഞ്ചപാവം എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അവന് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവട്ടെ. ഇതുപോലത്തെ കഴുപ്പണം കെട്ടവളുമാർ അവൻ്റെ ജീവിതത്തിൽ വന്ന് അവൻ്റെ ജീവിതം നശിക്കാതിരിക്കട്ടെ. ഇതിനെയൊക്കെ ഞാനൊന്നും പറയണില്ല. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്തിന്? അതിന്റെ ഒരാവശ്യമില്ല എൻ്റെ പൊന്നേട്ട, അതിന്റെ ഒരാവശ്യമില്ല. എന്തിന് ഇവളെ സ്വീകരിക്കണം? ഇതുപോലത്തെ കഴുപ്പണം കെട്ടവളുമാരെ അനുഭവിക്കണം, ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കണം. അല്ലാണ്ട് ഇവളെ ഇനി സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ പൊന്ന് പ്രവാസി ചേട്ടാ, സ്വീകരിച്ചു കളയില്ലേ? നിങ്ങളുടെ ജീവിതമാണ് നശിച്ച് നാറാണത്താക്കി കൈ തന്നത്. ഇനി ഇവളെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും നാണക്കേട് നിങ്ങൾക്ക് വേറെ ഇല്ല. നിങ്ങൾ മറ്റേ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നല്ല, ഇവളൊക്കെ ഇനിയും ചാടും. നിങ്ങൾ അടുത്ത് ഗൾഫിൽ പോവും, ഇവളൊക്കെ വേറെ അടുത്ത് സുഖം തേടി പോവും. ദയവേദിട്ട് അക്സെപ്റ്റ് ചെയ്യല്ലേ? ഇവളൊക്കെ ഇനി കരഞ്ഞ് കാല് പിടിച്ച് എന്ത് തേങ്ങ എന്ന് പറഞ്ഞാൽ ഇവളെ കുടുംബക്കാർ വന്നിട്ട് എന്തും മാങ്ങാത്തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യരുത്. എനിക്കതേ പറയാനുള്ളൂ. ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഒറ്റ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കെയറോ സ്നേഹമോ ഒന്നും കിട്ടാതൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് പരിചയപ്പെടുന്ന കുറേ ഇവന്മാരുമായിട്ടൊക്കെ നിങ്ങളുടെ പ്രശ്നം ഷെയർ ചെയ്യുമ്പോൾ അവന്മാരത് യൂട്ടിലൈസ് ചെയ്യും. തോള് ചായ്ക്കാൻ ഒരു ഇടം തരും. അയ്യോ അവൻ നിന്നെ അങ്ങനെയാണോ നോക്കുന്നേ, അയ്യോ ഞാനായിരുന്നു നിന്നെ പൊന്നുമല്ല നോക്കിയാണ്. ഈ ഒരു സെറ്റപ്പ് സാധനം അടിക്കാൻ തുടങ്ങും. ഇതേ ഒരു ട്രാപ്പാണ്. അവസാനം അവന്മാരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ കെയർ കൊടുത്ത് വളച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം കളിയാണ്. ഓക്കെ, അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവട്ടെ. അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഓക്കെ, 100-ൽ 1-2 ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും നല്ലത് കാണും. അല്ലാണ്ട് 99% ഈ പറഞ്ഞതുപോലെ കളിയാണ് ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് നൈസായിട്ട് റൂട്ട് ചെയ്യും. അപ്പോൾ ഈ എന്തെങ്കിലും കുടുംബ പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുന്ന സ്ത്രീകളെ നൈസായിട്ട് വളയ്ക്കാൻ ശ്രമിക്കും, വളയ്ക്കും. അതിനെ തുടർന്ന് അവന്മാരെ ഉദ്ദേശം എന്താണ് അത് അവന്മാരെ നടപ്പിലാക്കും. ഇവിടെ ഈ ശഹല എന്ന് പറയുന്ന ഇവക്ക് മൊബൈൽ നന്നാക്കാൻ അങ്ങാണ്ടാണ് പോയത് അവൻ്റെ കടയിൽ. അതിനുശേഷം ഇവളുടെ കുടുംബത്തിൽ അവക്ക് എല്ലിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് വീട്ടിൽ ഇവൻ്റെ അടുത്ത് വിളിച്ചിരുന്ന് കുശലം പറയും. ഇവൻ നൈസായിട്ട് റൂട്ട് ചെയ്യാൻ നോക്കി, അവൻ റൂട്ട് ചെയ്ത് അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ കെയറും സ്നേഹവും അവൻ കൊടുക്കാൻ തുടങ്ങി. അത് ഈ മൊബൈൽ ഷോപ്പുകാരെ കൊടുത്ത് അവൻ നൈസായിട്ട് അവൻ്റെ ഉദ്ദേശം നടത്തി കളിയും കളിച്ച് നൈസായിട്ട് എടുത്ത് ഒഴിവാക്കി വിട്ട് അടിച്ച് നൂത്തെടുത്ത് വെളിയേറുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നഷ്ടമാർക്ക് ശകലയ്ക്ക്. അതുകൊണ്ട് ഓരോ സ്ത്രീകളും മനസ്സിലാക്കുക, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ പ്രത്യേകിച്ച്, നിങ്ങൾക്ക് സ്നേഹവും കെയറും തന്ന് ഓരോരുത്തന്മാർ വരുമ്പോൾ 100%, 99 കിടക്കട്ടെ എങ്കിലും ഞാൻ പറയാം, ചിലപ്പോൾ ഒരിടത്ത് എവിടെയെങ്കിലും നല്ലവൻ കാണും. അല്ലാതെ ഒരു 99.9% നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവന്മാർ തന്നെയാണ്. അതിൽ വേറെ മാറ്റമില്ല. ആ വലയിൽ വീഴാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് വേർപിരിയുക എന്നൊരു ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അല്ലാതെ കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ട് അവിഹിതമുണ്ടാക്കി അവസാനം അവൻ്റെ കൂടെ ഒളിച്ചോടി കള്ള കാമുകൻ വേറെ കുടുംബമുള്ളവൻ ഇതൊക്കെ ആയിട്ട് ഒളിച്ചോടി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത്. എനിക്ക് കൂടുതൽ അതിലൊന്നും പറയാനില്ല. ഞാൻ ഒരു കമൻ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഭർത്താവുമായ ഒരു പ്രശ്നവുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ആ പ്രവാസി വീട് പണി നടത്തി വരുന്നു. സകല സുഖജീവിതം ആഗ്രഹിച്ചതിൽ തെറ്റില്ല. സ്വപ്നം കണ്ട ജീവിതത്തിന് വേണ്ടി ഭർത്താവിനെ ഒഴിവാക്കി 3 മക്കളും ഭാര്യയുമുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടി. കാമുകൻ ലോക ഫ്രോഡ് ക്രിമിനൽ, നാട്ടിൽ നിന്ന് മാറി മൊബൈൽ ഷോപ്പ് നടത്തുന്നു. അവിടെ വെച്ച് സകല റാഫി സമാഗമം, നായിക്കാട്ടം റാഫി, ലക്ഷങ്ങളുടെ കടക്കാരൻ, ഭാര്യയെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നവൻ, 18-കാരിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് 18-കാരിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ റാഫി എന്നാണ് ഈ കമന്റിൽ ഈ വ്യക്തി പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കഴുപ്പണം കെട്ടവന്റെ കൂടെയാണ് ഇവൾ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതുപോലെ സ്വന്തം ഭാര്യയെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നവനാണ് ഈ റാഫി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കഴുപ്പണം കെട്ടവന്റെ കൂടെയാണ് സുഖജീവിതം ഉണ്ടാക്കാൻ പോയത്. കഴപ്പ്, അല്ലാണ്ട് എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, സമൂഹത്തിലൊരു വിലയും ഇല്ലാത്തവൻ, പുറമേ കണ്ട മധുരവാക്കുകളും ചിരിയും മൊബൈൽ ഷോപ്പും കണ്ട തെറ്റിദ്ധരിച്ച് സകല ചെകുത്താന്റെ കൂടെ പോയി. അയാൾ ലക്ഷ്യം വെച്ചത് അവളുടെ ഇറച്ചിയും സ്വർണവും. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ വെട്ടിയിട്ട് ബായത്തണ്ട് പോലെയായി. അസാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ മാന്യമായി ജീവിതം നയിക്കുന്നവൾ അതിൽ തൃപ്തിപ്പെടാതെ ചാടിപ്പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ലോഡ്ജിൽ ചെയ്തു നിലയിൽ കാണാൻ കഴിയും. പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് കൊണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ടെങ്കിലും ജീവിതം തിരിച്ചു കിട്ടി. ഇനിയെങ്കിലും എന്തു പറയാം, നീക്ക് നന്നായിട്ട് ജീവിക്കണ്ട, നീക്ക് അനുഭവിക്കണം, കുറേയൊക്കെ നീക്ക് അനുഭവിക്കണം. കാരണം ഒരു കുടുംബം
തകർത്ത് ഒരു കുടുംബത്തിന്റെ വിശ്വസ്തത തകർത്തുകൊണ്ട് സ്വന്തം ഭർത്താവിനെ ചതിച്ചുകൊണ്ട് കള്ള കാമുവിനോടൊപ്പം പോയ നീയൊക്കെ അനുഭവിക്കണം. നീക്ക് അനുഭവിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം അത്രയ്ക്ക് വിഷമമുണ്ട്. നാളെ എനിക്കാണ് ഇത് സംഭവിച്ചെങ്കിലും എനിക്ക് ഈ വിഷമം വരുമായിരുന്നു. കാരണം എന്നെ വെച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് വേറെ തൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു മൊണ്ണക്കണക്കായില്ലേ, ആ വിഷമം എനിക്കുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നവളുമാർ അനുഭവിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ മാന്യമായിട്ട് പറയുക, എനിക്ക് ഈ ബന്ധം തുടർന്ന് പോകാൻ താല്പര്യമില്ല, ഡിവോഴ്സ് വേണം. അന്തസ്. ഓക്കെ, അന്തസ്. അല്ലാണ്ട് അടിയിൽ കൂടി വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയും കുടുംബ ബന്ധങ്ങളുടെ തകർത്ത് നശിപ്പിച്ച് നാറാണ് നടക്കി നാളെ ആ പൊതുസമൂഹത്തിൽ ആ മക്കള് നാറിയ നാറ്റപ്പേരോട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുണ്ടാവാതിരിക്കട്ടെ. ഇനി ഒരു സകലയും ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പഞ്ചാര വാക്കുകൾ നൽകി വാരി കുഞ്ചു, പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു എന്ന് പറയുന്നത് പോലെ വാരി അങ്ങോട്ട് നല്ല മധുര പലഹാരങ്ങൾ നിറഞ്ഞ വാക്കുകൾ ഉന്നയിക്കുന്നവന്മാരെ നമ്പി പോകുന്നവളുമാർക്കെല്ലാം ഒരു പാഠമാകട്ടെ ഇത്. ഇനി മറ്റൊരു വീഡിയോയും കൂടി ഞാൻ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീയെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നറിയോ? അതായത് ഇവരെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. എപ്പോഴും നിങ്ങൾക്ക് ഇവരെ ഓർമ്മ വേണം. കാരണം എന്തെന്നറിയോ? ഇവരെ കൂട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളെ വെച്ചിട്ട് ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ചിട്ട് ഈ സ്ത്രീയുടെ കൂടെ പുത്തമുന്നിലെ കുറച്ച് പെൺകുട്ടികളെ ഞാൻ കണ്ടു. ഈ പെൺകുട്ടികളൊക്കെ ഇവരൊക്കെ ഞാൻ നല്ല കമ്പനിയായി സംസാരിച്ച് ഇവരെ കാണുന്ന സമയത്ത് ഇവരെ എനിക്ക് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു. ഇവർ ഗൾഫിലൊക്കെ ഉണ്ടായതാണ്. ഇവിടെ വെച്ചിട്ട് ഇവർ ഫാമിലി പരമായിട്ട് എല്ലാവരും എനിക്ക് അറിയുന്നതാണ്. അപ്പൊ ഞാൻ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് ഈ കുട്ടികളെല്ലാം ആയിട്ട് നല്ല കമ്പനി ആയ സമയത്ത് ഈ ഇവര് ജോയിന്റ് എടുക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറഞ്ഞത്. നമുക്ക് കൂടെ ഭാഷ അറിയില്ല. നമ്മൾ ഈ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ. പക്ഷെ ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയി ചോദിച്ച് എനിക്കും വേണം, എന്നെയും കൂട്ടി, ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഈ പുത്തമുന്നിന്റെ ഭാഗത്തിലെ വ്യക്തമായ തെളിവ്, വോയിസ് റെക്കോർഡ്, ഫോട്ടോ, വീഡിയോസ് എല്ലാം അടക്കമുണ്ടിട്ട് എന്റെ കയ്യിൽ. അപ്പൊ ഇവര് ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു. അത് ബാംഗ്ലൂരിലാണ് സാധനം എത്തുന്നത്. 1000 രൂപയാണ്, 2000 രൂപയാണ്, 3000 രൂപയാണ്. നമ്മള് അതായത് റിസോർട്ട് എടുത്തിട്ട് ഒന്നിച്ചിട്ട് എല്ലാവരും 500 ഒക്കെ കൂട്ടിയിട്ട് റിസോർട്ട് എടുത്തിട്ട് അവിടെ നിന്നാണ്. ഓക്കെ, ഈ ഫ്രോഡ് സ്ത്രീയെ കണ്ടല്ലോ, ഇതിനെയൊക്കെ നോക്കി വച്ചേക്കുക. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. 10 പേര് കണ്ട ആ 10 പേരുടെ ഉള്ളിലും ഈ മുഖങ്ങൾ ഉണ്ടാവണം. കാരണം ഇവളുമാരെ പോലുള്ളവർ ഈ സമൂഹത്തിന് വളർന്നു വരുന്ന കുട്ടികളടക്കം നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ പല കച്ചവടങ്ങൾ നടത്തുകയാണ്. ഓക്കെ, എന്താണ് കച്ചവടം എന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇവളുമാരെയൊക്കെ ഓർത്തു വെച്ചോ. ഈ നാട് നശിപ്പിക്കുന്ന ടീംസാണ്. തൂഫാനൊക്കെ കട്ടക്കിറങ്ങുമ്പോൾ ഇവളുമാരെയൊക്കെ ഒന്ന് പിടിക്കുക. ഓക്കെ, അതാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാം പറഞ്ഞ് കമ്പനിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു എനിക്കത് ഉപയോഗിക്കണമായിരുന്നു, ഇത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുന്ന സമയത്ത് ഞാൻ ഇവളോട് ഈ കാര്യം പറഞ്ഞു. ഇവർക്ക് ആരാണ് ഇത് കൊടുക്കുന്നത്, എന്താണ് സംഭവം എന്ന് പിടിക്കണം. ഞാനിങ്ങനെ അവരോട് പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന്. 2ാമത്തെ ദിവസം ഇവരെല്ലാം പ്ലാൻ മാറ്റി. ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ നിങ്ങളെ അങ്കിളിനെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് ഇവര് പിന്മാറി. ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിയിട്ടാകുമ്പോൾ ഞാൻ അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ച് ഓക്കെ അങ്ങനെ ആയിരിക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ട് ഇവളെ ഈ ലഹരിമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിട്ടാകുമ്പോഴല്ലേ നമുക്ക് അറിഞ്ഞത് ഇവളായിരുന്നു ഇവർക്ക് സാധനം എത്തിച്ചു കൊടുത്തിരുന്നത്. ഞാൻ ഇവളോട് ഈ സംഭവം പറഞ്ഞത് അവളോട് പറഞ്ഞു നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്താനാണ് ഈ അങ്കിള് ശ്രമിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുത്തത് ഇവളാണ്. അപ്പോ 2 വർഷം മുമ്പേ ഇവള് കച്ചവടം ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്, സ്കൂൾ പിള്ളേർക്കും കോളേജ് വിദ്യാർത്ഥിനികൾക്കും. ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായ വോയിസ് റെക്കോർഡും പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതില് പുത്തങ്കുന്നുള്ള ആളുകൾ, അതായത് ഈ പുത്തങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണോ ഒരു പഞ്ചായത്താണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. സുൽത്താൻ ബത്തേരിയിലെ ഒരു പുത്തങ്കുന്ന് എന്നുള്ള സ്ഥലത്തിലെ ഒരുപാട് പെൺകുട്ടികൾ ഇതിന്റെ ഇതായിട്ട് ഇവരുണ്ട് ഈ ലഹരിയിൽ. പക്ഷെ ഇപ്പം അന്നൊക്കെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളായിരുന്നു. ഇന്ന് അവർക്ക് പ്രായപൂർത്തിയെത്തിയിട്ടുണ്ടാവാം, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം. എനിക്ക് അവരെ പറ്റിയിട്ട് ഒരു വിവരമോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ അതിന്റെയൊക്കെ ഫോട്ടോസുകളും വീഡിയോസുകളും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകളും പല കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. കാരണം അന്ന് ഞാൻ ഇതിനെ അന്വേഷിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം പോയതാണ്. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നത് ഇവളായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത്തരം ഫ്രോഡുകളെയും നമ്മൾ തിരിച്ചറിയുക. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കൂടി ആഡ് ചെയ്തത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ അടക്കം നശിപ്പിക്കാനും വഴിതെറ്റിപ്പിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കച്ചവടങ്ങൾ നടത്തുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക. ഇതുപോലുള്ള മുഖങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്, ഓർത്ത് വെച്ചോണം. എവിടെ കണ്ടാലും പോലീസിലൊക്കെ വിളിച്ചറിയിക്കുക. അതാണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഫ്രോഡുകൾ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ശകല, നിന്റെ ജീവിതം മൂഞ്ചിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നീ അനുഭവിക്കണം. ഒരു കുടുംബത്തിന്റെ വാല്യൂ പോലും അറിഞ്ഞുകൂടാതെ നിനക്ക് മറ്റേ കടിയളവിയിട്ട് നിന്റെ കള്ള കാമുകനോടൊപ്പം പോയി ജീവിതം സ്റ്റാർട്ട് ചെയ്തു. അവസാനം കാമുകനുമില്ല, ആരുമില്ല, നിന്റെ വീട്ടുകാരും കൂടി നിന്നെ അടുപ്പിക്കരുതായിരുന്നു. അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങ് ആവുമായിരുന്നു. നീയൊക്കെ വല്ല ട്രാക്കിലും കിടക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയാറില്ല, എനിക്ക് ഭംഗി വാക്കെടുത്ത് വെച്ച് പറഞ്ഞാൽ ഒരവസരം കൊടുക്കണം എന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇതുപോലത്തെ ഒക്കെ അനുഭവിക്കണം. ഇപ്പം ആ ഭർത്താവ് വെറും ക്രൂരനായിരുന്നു, അല്ലെങ്കിൽ അവൻ വെറും തൊട്ടിയായിരുന്നെങ്കിൽ ഓക്കെ, അവളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഇത് നല്ലോണം കുടുംബം നോക്കണം ഒരുത്തൻ. അവനെ ചതിച്ചുകൊണ്ട് കള്ള കാമുവിനോടൊപ്പം പോയി ഇവളേക്ക് എന്ത് ചെയ്യണം?
നിനക്ക് കടിയാണ്, നിന്റെ കള്ള കാമുകനോടൊപ്പം പോകണമെങ്കിൽ നിനക്ക് നിയമപരമായിട്ട് ആ വ്യക്തിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു നാണക്കേട് പോലും ആ വ്യക്തിക്ക് ഉണ്ടാകത്തില്ല. ഇത് അവനെ നാണം കെടുത്തിക്കൊണ്ടാണ്. നാട്ടുകാരെന്ത് പറയാം, അവന് കഴിവില്ലാത്തതുകൊണ്ടാണ് അവൾ വേറെ ഒരുത്തൻ്റെ അവിടെ പോയത്. ഈ ഒരു സെറ്റപ്പിലേ പറയത്തുള്ളൂ നാട്ടുകാർ. അപ്പം അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ വരെ ആ വ്യക്തിക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ നീ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഓളം നിനക്ക് അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒരിക്കൽ പോലും നിന്റെ ആ മകനായിട്ടുള്ള പയ്യനെ പോയി കാണരുത്. കാരണം ഇതുപോലത്തെ ഒരു പിഴച്ച തള്ള അവനുണ്ടെന്ന് അവൻ അറിയാതെ ജീവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.